ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് KFC ചിക്കനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണിത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അരക്കപ്പ് യോഗേട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് യോഗേട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 കഷ്ണം സവാളയും കൂടി പേസ്റ്റാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിജിനൽ KFC ചിക്കൻ ഉപയോഗിക്കുന്നത് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറുമാണ്. നമ്മളുടെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റോ ഒനിയനും ഗാർലിക്കും പേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒറിജിനൽ KFC ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ ഇതൊരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബാറ്ററിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തൊലിയില്ലാത്ത ചിക്കൻ്റെ പീസസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒരു നൈഫ് കൊണ്ട് ഇതുപോലെ കുത്തിയിട്ട് ഹോളിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാരിനേഷൻ ഈ ചിക്കൻ കഷ്ണങ്ങളുടെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മളെടുത്ത മുഴുവൻ ചിക്കൻ കഷ്ണത്തിലും ഞാൻ ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ലെഗ് പീസ് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതുപോലത്തെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ചിക്കൻ പീസസിലും ഈ ബാറ്റർ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചാൽ പോരാ, ഇതുപോലെ ഈ മിക്സിൽ നല്ലോണം മുക്കി വെക്കണം. ഈ മിക്സിൽ നന്നായിട്ട് മുക്കി വെച്ചതിന് ശേഷം ഇതൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും ടെൻഡറായിട്ടും കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഈ ചിക്കൻ പീസസൊക്കെ ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് ഓവർനൈറ്റ് ആയിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഈ ചിക്കൻ പീസസിൽ മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദയും കോൺഫ്ലോറും ബാക്കി എല്ലാ സ്പൈസസും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബാറ്ററിൻ്റെ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഇപ്പം മിക്സ് ചെയ്തെടുത്ത ഫ്ലോറിൻ്റെ മിക്സിൽ നിന്നും 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ പീസസ് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുമില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ പൊടികൾ ഈ ചിക്കൻ പീസസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചിക്കൻ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും മൈദയുടെ മിക്സ് നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. എന്നിട്ട് എക്സസായി വരുന്ന പൊടികൾ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസസും ഇതുപോലെ ഈ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ എല്ലാ ചിക്കൻ പീസസും ഈ മൈദയുടെ മിക്സിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഇതിലേതെങ്കിലും ഒന്നിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ചിക്കൻ്റെ ഒരു വശം കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു വശം കുക്കായി കിട്ടും കേട്ടോ. ഈ സമയത്തൊന്നും തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പുറം ഭാഗം കരിഞ്ഞു പോകും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. ചിക്കൻ കഷ്ണത്തിൻ്റെ ഉള്ളൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല ജ്യൂസി ആയിട്ടും കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സമയമെടുത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കിത് നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ പീസസ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണെന്ന്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല ജ്യൂസിയുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ഉള്ള ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്